ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മളൊരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ്. ഓക്കെ, അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് എനിക്ക് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തുരപ്പൻ അതായത് എലി വന്നിട്ട് എൻ്റെ ചെടികളെല്ലാം മാന്തി, കിഴങ്ങൊക്കെ മാന്തി മുറിച്ച് ഇടുന്നു, ചെടികൾ മുറിച്ചിടുന്നു, കലാത്തിയ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ് നമുക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് വന്നത്. അപ്പൊ അതേ പ്രോബ്ലം എനിക്ക് ഇവിടെയും ഞാനും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് എലി വന്നിട്ട് ചെടികൾ മാന്തി കംപ്ലീറ്റ് ആയിട്ട് മാന്തി പൊളിച്ചങ്ങോട്ട് അടിഭാഗം വരെ മാന്തി പൊളിച്ചങ്ങോട്ട് പോകും. ഓക്കെ, അത് കിഴങ്ങുണ്ടോന്ന് നോക്കുന്നതാ. അത് വരുന്നത് എന്തുകൊണ്ടാ? അതിന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വേനലായി, അത്യാവശ്യം അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ വളരെ വളരെ കുറഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവൻ നോക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒന്നുകൂടി അവന് പഞ്ഞകാലം വരാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ ഈ സമയത്ത് ഫുഡ് മാക്സിമം ശേഖരിച്ച് കൊണ്ടുപോയി അവന്റെ മാസത്തിൽ വെക്കാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് അവൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അവന് ഫുഡ് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവന് ഭക്ഷണം വെച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ബ്രെഡ് കഷ്ണമാക്കിയിട്ട് 2 സ്ലൈസ് ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണോ അല്ലെങ്കിൽ മേടിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഒയാസിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ കളറുള്ള സ്പോഞ്ച് ഞാൻ കാണിച്ചു തരാം. ഒയാസിസിന്റെ ഒരു ബ്ലോക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ബ്രെഡിന്റെ ഷേപ്പിലുള്ള പീസാക്കിയിട്ടും വെക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ട ബ്രെഡ് മാത്രം, രണ്ടാമത്തെ ദിവസം ബ്രെഡ് ക്രംസിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യണത്? ഈ ഒയാസിസും കൂടി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ ദിവസമാണ് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു എലിവേഷൻ എടുക്കുക. ഞാൻ ബ്രാൻഡൊന്നും കാണിക്കുന്നില്ല. ഏതെങ്കിലും ഒരു എലിവേഷൻ, കേക്ക് ആവാം അല്ലെങ്കിൽ ഗോതമ്പാവാം, എന്തെങ്കിലും ആവാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഗോതമ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ എത്ര എലികൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ ബ്രെഡിന്റെ ക്രംസും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവൻ മാക്സിമം അത് കൊണ്ടുപോയി മാളത്തിനകത്ത് വെക്കുന്നൊരു അവന് ഫുഡ് കിട്ടുന്നു എന്നുള്ളൊരു ഇതാവും. പിന്നെ അത് മാത്രമല്ല, അവന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരും വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളായിട്ടൊരു ഫ്രണ്ട്ലി ഇന്നും തീറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി സാറ് കൊള്ളാം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവൻ വന്ന് നമ്മളോട് അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഫുഡിനോട് റിയാക്ട് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം ഏറ്റവും അവസാനത്തെ ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗോതമ്പുണ്ട്, എലിവിഷമായിട്ടുള്ള ഗോതമ്പ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് ഗോതമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ഒയാസിസ് കേട്ടോ. ഇത് ഒയാസിസ് ആണ്. അപ്പൊ ഈ ഒയാസിസ് ഇതിന്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കഷ്ണിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ അവന് ക്യാരി ചെയ്യാനുള്ള എളുപ്പത്തിനും അവൻ തിന്നാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒയാസിസ് ഞാൻ ഡ്രൈ ബ്ലോക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറച്ച് ഇതാക്കുക, കുറച്ച് വലുത് ഇട്ട് കൊടുക്കുക. അവൻ വീട്ടിൽ കൊണ്ടുപോയി മാളത്തിൽ കൊണ്ടുപോയി വെക്കാനാണെങ്കിൽ അവൻ വലുത് കൊണ്ടുപോയിക്കോട്ടെ. ബാക്കിയുള്ളത് ഇതായിട്ട്. അപ്പൊ ഇങ്ങനൊരു മിക്സ്ചർ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവൻ എവിടെയാണോ സ്ഥിരമായിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് എവിടെ നിന്നാണ് നമ്മുടെ ചെടികൾ തുറക്കുന്നത്, അതിന്റെ ഏകദേശം ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് അഗ്ലോണിമയൊക്കെ മാന്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഉമി ഇടുന്നത് കൊണ്ട് ഉമി ഫുഡാണ്, അരിയാണെന്ന് വെച്ചിട്ട് അരി ഇതാക്കി മാന്തി പൊളിച്ച് അവിടെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന, പിന്നെ മാത്രമല്ല എൻ്റെ ജീവി പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്ന ജീവി പ്ലാന്റ് മൊത്തം തന്നെ ഏകദേശം അവൻ മാന്തി തുടങ്ങി കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചെയ്തു. ആദ്യം 1-2 ദിവസം ഞാൻ നോക്കി, പിന്നെ കൂടി വരികയാണ്. പിന്നെ അവന് വാശി കയറി വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ ബ്രെഡിന്റെ ക്രംസും കാര്യങ്ങളൊക്കെ ഇട്ടാണ്, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ലാസ്റ്റ് ദിവസത്തെ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇന്നലെ വെച്ചത് ഒയാസിസിന്റെ ബാക്കിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്നലെ ഞാൻ ഈ ഒയാസിസ് കട്ട് ചെയ്ത് ബ്രെഡിന്റെ ക്രംസിന് കൂടെ, അപ്പൊ ബ്രെഡും ഇതേപോലെ പീസൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇത് നാളെ ഞാൻ വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം നാളത്തേക്ക് ഞാൻ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും.
കാരണം ഒരു കമന്റിനുള്ള ഒരു റിപ്ലൈ ആണല്ലോ. അപ്പോൾ ഈ സാധനം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇവൻ എന്തായാലും ഇന്ന് രാത്രി വന്നിട്ട് ഈ സാധനം മൊത്തം തിന്നും. കാരണം അവന് ഫുഡ് കിട്ടുന്നത് കൊണ്ട് അവനൊരിക്കലും എന്താ പറയുക നമ്മുടെ ചെടിയിലേക്ക് കയറില്ല. ആദ്യം തന്നെ അവൻ ആ ഫുഡ് എടുക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അവന് ഫുഡ് കൊടുത്ത് തന്നെ നമ്മൾ ഇതാക്കുക. പിന്നെ ഒയാസിസ് എന്തിനാ ഇടുന്ന, എലിവേഷൻ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒയാസിസിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡൈജസ്റ്റ് ആവൂല. ഈ സാധനം ഒരു സ്പോഞ്ച് അല്ല, കെമിക്കലാണ്. അപ്പോൾ ഈ കെമിക്കൽ ഇവൻ റൂമിൽ കൊണ്ടുപോയി വെച്ച് ഇതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്നതോറും ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമ്മളിത് ചെറിയ നനവേ ചെയ്യുന്നുള്ളൂ. കാരണം അവന് ഡൗട്ട് അടിക്കാൻ പാടില്ല ഇതെന്തോ ഡ്രൈ സാധനം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചെറിയൊരു നനവോടുകൂടി നമ്മൾ വെക്കുള്ളൂ. പിന്നെ ഇവൻ ഈ പൗഡർ തിന്നിട്ട്, അതായത് ഈ ഒരു ഒയാസിസ് തിന്നിട്ട് ഇവൻ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ ഇവനിത് ദഹിച്ച് പുറത്തേക്ക് പോകത്തുമില്ല. ദഹിച്ച് എന്താ പറയാ അപ്പിട്ട് പുറത്തേക്ക് കളയാനും പറ്റൂല, കുത്തിക്കളയാനും പറ്റൂല. അത് വയറിനകത്ത് കിടന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചു. ഇവൻ എത്ര വെള്ളം, ഇപ്പൊ നമ്മൾ എലിവിഷം മാത്രമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് പോയിട്ട് വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിഷാംശം ഇതിന് കുറയ്ക്കാനുള്ള ഇതിന് കഴിവുണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് അപ്പിട്ട് കളയുകയും ചെയ്യും. ഇവന് പുറത്തേക്ക് കളയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിലുള്ള എഫക്റ്റ് എലിവേഷൻ കാരണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് ഇതിന്റെ എലിവേഷത്തിന്റെ ഒരു വെയിറ്റ് ആണ് കൂടുതൽ. എലിവേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കുറവാണ്, ക്വാണ്ടിറ്റി കുറവാണ്, പോയിസന്റെ അളവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ അപ്പൊ നമ്മൾ ഈ ഒരു ഐറ്റവും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന എലിവേഷൻ കഴിക്കും. അപ്പൊ ഇത് പുറത്തേക്ക് പോകാൻ ഈ വിഷത്തിന്റെ ഇത് കളയാനായിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ ഇവന്റെ വയറ്റിൽ ആ ഒയാസിസ് കിടക്കല്ലേ. ഓക്കെ, ഒയാസിസ് ഈ വെള്ളം കുടിച്ച് ഇത് വയറ് തീർത്തു തുടങ്ങും. പിന്നെ അവനിപ്പോ വയറ്റിലും പോകില്ല, ഇതാവാത്ത രീതിയിൽ അവൻ അങ്ങ് ഇതായിട്ട് ആ ഒരു അവസ്ഥയിൽ ശ്വാസം പോലും കിട്ടാതെ ചത്തുപോകും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എലി ചാകുന്നത് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിട്ട് ആയിരിക്കും ചാകുക, സ്മെല്ലുണ്ടാവും, അത് വേറെ കാര്യം. അല്ലാതെ പറമ്പിന്റെ പുറത്ത് പോയിട്ട് പരിസ്ഥിതി കാണുന്ന പോലെ പറമ്പിന്റെ പുറത്ത് പോയിട്ടൊന്നും മരിക്കില്ല കേട്ടോ. പറമ്പിൽ എവിടെയെങ്കിലൊക്കെ തന്നെ ചത്ത് കിടക്കുള്ളൂ. ചിലപ്പോൾ ഇതിന്റെ മാളത്തിൽ തന്നെ ആയിരിക്കും ചത്ത് കിടക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ആ കമന്റ് ഇട്ട ആളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ബൈ.